ഈശ്വരൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ ഡയറക്റ്റ് ഒന്നിലും ഇടപെടില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇൻ്റർഫിയർ ചെയ്യില്ല. മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ ദൈവം ഇടപെട്ട പിന്നെ ദൈവം മനുഷ്യരെ പോലെയായില്ലേ? കുറച്ചുപേരെ സഹായിച്ചു, കുറച്ചുപേരെ സഹായിച്ചില്ല എന്നാവില്ലേ? ഈശ്വര സഹായം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാത്മ സർവശക്തിവാനുണ്ട്, അതെൻ്റെ മാതാപിതാവാണെന്നുള്ള എൻ്റെ അവയർനെസ്, എൻ്റെ ബോധം. സർവശക്തിവാൻ എൻ്റെ കൂടെയുണ്ട്. ആ ശക്തികളാണ് എൻ്റെ കരങ്ങൾ. എനിക്ക് 2 കൈയേ ഉള്ളൂ, പക്ഷേ ആ 1000 കരങ്ങളർത്ഥം പരമാത്മ ശക്തിയുടെ ബലം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന അവബോധം തന്നെ നമ്മുടെ ഉള്ളിലെ ആത്മാവിലെ, അന്തരാത്മാവിലെ എല്ലാ ശക്തികളുടെയും വികാസത്തിന് സഹായിക്കും. ഈശ്വരൻ നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഒരച്ഛനും അമ്മയും തൻ്റെ കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരച്ഛനും അമ്മയും മക്കളെ യോഗ്യരാക്കുക എന്നുള്ളതാണ് സ്വന്തം കാലിൽ നിൽക്കാൻ. അല്ലാതെ ജീവിതകാലം മുഴുവൻ മോൾക്കും മോനും വേണ്ടതെല്ലാം അച്ഛൻ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. ഒരു നല്ല അച്ഛൻ, നല്ല അമ്മ എന്താ ചെയ്യുക? കുഞ്ഞുനാൾ മുതൽ തൻ്റെ മക്കളെ എല്ലാം ചെയ്യാൻ പ്രാപ്തരാക്കും. അവർ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ അവരെ കൈപിടിച്ച് നടത്തേണ്ട ആവശ്യമുള്ളൂ. സ്വന്തം കാലിൽ നടക്കാൻ പ്രാപ്തരായി കഴിഞ്ഞാൽ അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരെയും അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അവരെ എന്നും നമ്മൾ കാറിൽ കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് അവർക്ക് സ്വയം ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ അറിയാത്തവരായി പോവും. അങ്ങനെയല്ല നമ്മൾ അവരെ വളർത്തേണ്ടത്, പാലിക്കേണ്ടത്. അവരെ സ്വയം പര്യാപ്തരാക്കി വിടുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യം വന്നാലും അവർക്ക് നേരിടാൻ പറ്റും. രാജയോഗ ധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഭവം അതാണ്. നമ്മൾ സ്വയം പര്യാപ്തരാകുക. ഭഗവാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യണം.